10,000-കണക്കിനടി മുകളിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ മണ്ണെണ്ണ ഉപയോഗിച്ചാണ് പറക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ സംഭവം സത്യമാണ്. വിമാനങ്ങളുടെ ഇന്ധനവും നമ്മുടെ വീട്ടിലെ ഉപയോഗവസ്തുവുമായ മണ്ണെണ്ണ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് വിമാനങ്ങളിൽ മണ്ണെണ്ണ ഇന്ധനമായി ഉപയോഗിക്കുന്നതെന്നും ഇതിനെല്ലാം പുറമെ എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പുകളിൽ നിന്നൊന്നും നമുക്ക് മണ്ണെണ്ണ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലുമൊക്കെ വേർതിരിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെയാണ് മണ്ണെണ്ണയും വേർതിരിച്ചെടുക്കുന്നത്. അതായത് ക്രൂഡ് ഓയിൽ തിളപ്പിച്ച് ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഭാഗമാണ് മണ്ണെണ്ണ അഥവാ കെറോസിൻ. മണ്ണെണ്ണ നിർമ്മാണത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുൻപ് ക്രൂഡ് ഓയിൽ മൈനിങ്ങിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടലിലും മറ്റും ജീവിച്ചിരുന്ന ചെറിയ സസ്യങ്ങളും മൃഗങ്ങളും പ്രധാനമായും പ്ലാങ്ക്ടണുകൾ ചത്തുപോയപ്പോൾ അവ കടൽ തീരത്തെ മണലിനും ചെളിക്കുമിടയിൽ അടിഞ്ഞുകൂടിയിരുന്നു. കാലക്രമേണ ഇവയ്ക്ക് മുകളിൽ ടൺ കണക്കിന് മണ്ണും മണലും വന്നടിയുകയും വലിയ പ്രഷറും ഭൂമിക്കടിയിലെ കഠിനമായ ചൂടും ഓക്സിജന്റെ അഭാവവും കാരണം ഈ അവശിഷ്ടങ്ങൾ അഴുകി രാസമാറ്റം സംഭവിച്ച് ഒരുതരം കൊഴുപ്പുള്ള ദ്രാവകമായി മാറുകയുണ്ടായി. ഇങ്ങനെ 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ട് നാച്ചുറലി ഉണ്ടാകുന്നതാണ് ക്രൂഡ് ഓയിൽ. തുടർന്ന് ഭൂമിക്കടിയിലോ കടലിനടിയിലോ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള സ്ഥലം ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ കണ്ടെത്തിയ ശേഷമാണ് ഇതിൻ്റെ ഖനനം ആരംഭിക്കുന്നത്. വലിയ ടവറുകളും ഡ്രില്ലിംഗ് മെഷീനുകളും ഉപയോഗിച്ച് കിലോമീറ്ററുകളോളം ആഴത്തിൽ കുഴികളുണ്ടാക്കി അഥവാ ഓയിൽ വെൽസുകളുണ്ടാക്കി അവിടേക്ക് പൈപ്പുകൾ ഇറക്കുകയാണ് ചെയ്യുക. തുടക്കത്തിൽ ഭൂമിക്കടിയിലെ സ്വാഭാവികമായ വലിയ പ്രഷർ കാരണം ക്രൂഡ് ഓയിൽ തനിയെ പൈപ്പിലൂടെ മുകളിലേക്ക് വരും. തുടർന്ന് ഈ പ്രഷർ കുറയുമ്പോൾ വലിയ പമ്പുകൾ ഉപയോഗിച്ച് ക്രൂഡ് ഓയിൽ വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെള്ളമോ ഗ്യാസോ ഉള്ളിലേക്ക് കടത്തിവിട്ട് പ്രഷർ കൃത്രിമമായി കൂട്ടി ഓയിൽ പുറത്തേക്ക് തള്ളുകയോ ചെയ്യുന്നു. ഇങ്ങനെ പുറത്തെടുക്കുന്ന ദ്രാവകത്തിൽ നിന്ന് ഗ്യാസും മണ്ണും വെള്ളവും പ്രാഥമികമായി വേർതിരിച്ച ശേഷമാണ് ശുദ്ധമായ ക്രൂഡ് ഓയിൽ റിഫൈനറികളിലേക്ക് അയക്കുന്നത്. തുടർന്ന് റിഫൈനറികളിൽ വെച്ച് ക്രൂഡ് ഓയിൽ തിളപ്പിച്ച് ഡിസ്റ്റിലേഷൻ ചെയ്താണ് മണ്ണെണ്ണ ഉണ്ടാക്കുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ. ഏകദേശം 150 ഡിഗ്രി മുതൽ 300 ഡിഗ്രി വരെയുള്ള ചൂടിലാണ് മണ്ണെണ്ണ ലഭിക്കുന്നത്. ഇത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇടയിലാണ് വരുന്നത്. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ 19-ാം നൂറ്റാണ്ടിലൊക്കെ പെട്രോളിയം റിഫൈനിങ് ഇത്രയും ഡെവലപ്പ് ആകുന്നതിന് മുൻപ് ആളുകൾ കൽക്കരിയിൽ നിന്നാണ് മണ്ണെണ്ണ ഉണ്ടാക്കിയിരുന്നത്. അത് തെരുവ് വിളക്കുകളും എണ്ണ വിളക്കുകളും കത്തിക്കാൻ ഉപയോഗിച്ച് പോരുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിലെ പ്രോസസ്സുകളിൽ ക്രൂഡ് ഓയിൽ റിഫൈനറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഓയിൽ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടവറിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇവിടെ വെച്ച് ക്രൂഡ് ഓയിൽ ഏകദേശം 350 മുതൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും. അത് ആവിയായി മാറുമ്പോൾ ഓരോ ഘടകങ്ങളും അവയുടെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് അനുസരിച്ച് വേർതിരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഭാരം കുറഞ്ഞ സാധനങ്ങൾ ടവറിൻ്റെ മുകളിലേക്കും ഭാരമുള്ളവ താഴെയും അടിയും. ഇങ്ങനെയാണ് LPG, പെട്രോൾ, നാഫ്ത, മണ്ണെണ്ണ, ഡീസൽ, ഫ്യുവൽ ഓയിൽ എന്നിങ്ങനെയുള്ള പല ബൈ പ്രൊഡക്റ്റുകളും വേർതിരിഞ്ഞ് കിട്ടുന്നത്. ഈ ടവറിൻ്റെ ഏകദേശം നടുഭാഗത്തായി 150 മുതൽ 300 ഡിഗ്രി വരെയുള്ള താപനിലയിലാണ് മണ്ണെണ്ണ ലഭിക്കുന്നതെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. പക്ഷേ അത് അപ്പോൾ തന്നെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിലെ സൾഫറും മറ്റ് മാലിന്യങ്ങളും കളയാൻ ഇനിയും ചില ശുദ്ധീകരണ പ്രോസസ്സുകൾ ബാക്കിയുണ്ട്. അതിനുശേഷം ഇന്ധനം കട്ടപിടിക്കാതിരിക്കാനും പൈപ്പിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും ചില പ്രത്യേക അഡിറ്റീവുകൾ കൂടി ചേർക്കും. ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞാലേ ഇത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എ അല്ലെങ്കിൽ ജെറ്റ് A1 എന്ന ഇന്ധനമായി മാറുകയുള്ളൂ. ഇനി ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ബാക്കി വരുന്ന മണ്ണെണ്ണയാണ് നമ്മൾ വിളക്ക് കത്തിക്കാനും വൃത്തിയാക്കാനും തുരുമ്പ് കളയാനുമൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ തന്നെ ഹൈലി പ്യൂരിഫൈ ചെയ്ത ഒരു രൂപമാണ്. ഇതിനെ ജെറ്റ് ഫ്യുവൽ എന്നാണ് വിളിക്കുന്നത്. സാധാരണ മണ്ണെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും മറ്റ് മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്ത് വളരെ ഉയർന്ന ഗുണനിലവാരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. സത്യത്തിൽ 159 ലിറ്ററുള്ള ഒരു ബാരൽ ക്രൂഡ് ഓയിൽ എടുത്താൽ അതിൽ നിന്ന് വെറും 10% മാത്രമേ മണ്ണെണ്ണയായി ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് പെട്രോളും ഡീസലും LPGയും ഒക്കെയായി മാറുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമായിരിക്കും, കരയിൽ ഇത്രയും പവറുള്ള പെട്രോൾ എന്തുകൊണ്ട് വിമാനത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പെട്രോൾ വളരെ വേഗത്തിൽ ആവിയായി പോകുന്ന അഥവാ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒന്നാണ്.
വിമാനം പറക്കുന്ന 10 കിലോമീറ്റർ ഉയരത്തിലൊക്കെ വായുവിൻ്റെ മർദ്ദം വളരെ കുറവായിരിക്കും. അവിടെ വെച്ച് പെട്രോൾ പെട്ടെന്ന് ആവിയായി മാറി പൈപ്പിനുള്ളിൽ കുമിളകൾ ഉണ്ടാക്കും. ഇതിനെയാണ് വേപ്പർ ലോക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുമ്പോൾ അതിൽ നിറയെ വായു കുമിളകൾ ഉണ്ടെങ്കിൽ വെള്ളം ശരിക്കും വരില്ലല്ലോ. ഇതേ പ്രശ്നം വിമാനത്തിൻ്റെ എഞ്ചിനിലും സംഭവിക്കാം. എഞ്ചിൻ കൃത്യമായി പ്രവർത്തിക്കാൻ ലിക്വിഡ് ഫ്യൂവൽ തടസ്സമില്ലാതെ ഫ്ലോ ചെയ്യണം. എന്നാൽ പൈപ്പിനുള്ളിൽ ഗ്യാസ് കുമിളകൾ വന്നാൽ ഇന്ധനം കത്തുന്ന സ്ഥലത്തേക്ക് അഥവാ കമ്പഷൻ ചേംബറിലേക്ക് ഇവ ശരിക്ക് എത്തില്ല. അങ്ങനെ വന്നാൽ എഞ്ചിൻ പാതി വഴിയിൽ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. രണ്ടാമത്തെ കാര്യം, മണ്ണെണ്ണയാണ് കൂടുതൽ സുരക്ഷിതം എന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് കൂടുതലായതുകൊണ്ട് തന്നെ പെട്രോളിനെ അപേക്ഷിച്ച് ഇതിന് പെട്ടെന്ന് തീപിടിക്കില്ല. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ആവിക്ക് തീപ്പൊരി തട്ടിയാൽ കത്താൻ വേണ്ട താപനിലയാണ്. അതായത് നിങ്ങൾ ഒരു കപ്പിൽ കുറച്ച് പെട്രോൾ വെച്ചാൽ ഒരു ചെറിയ തീപ്പൊരി മതി അതിന് തീപിടിക്കാൻ. കാരണം പെട്രോളിൻ്റെ ഫ്ലാഷ് പോയിന്റ് വെറും -43 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോലും പെട്രോൾ ആവിയാവുകയും അതിന് തീപിടിക്കുകയും ചെയ്യും. എന്നാൽ മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഇത് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആവിയാവില്ല. തീപിടിക്കാനും പ്രയാസമാണ്. മണ്ണെണ്ണ ആവിയായി കത്തണമെങ്കിൽ അത് നന്നായിട്ട് ചൂടാകണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ വിമാനത്തിൽ ഏകദേശം 1,80,000-ഓളം ലിറ്റർ ഇന്ധനം വരെ കൊള്ളും എന്നുള്ളതാണ്. ന്യൂയോർക്കിൽ നിന്ന് ടോക്കിയോ വരെ പറക്കാൻ ഏകദേശം 100 ടണ്ണോളം ഇന്ധനം വേണം. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ആകെ ഭാരത്തിൻ്റെ 1/3 ഇന്ധനമായിരിക്കും. ഈ ഇന്ധനം പെട്രോൾ പോലെ പെട്ടെന്ന് തീപിടിക്കുന്നതാണെങ്കിൽ അപകട സാധ്യത എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ മണ്ണെണ്ണ അത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ വിമാനത്തിൽ കൊണ്ടുപോകാനും ഉപയോഗിക്കാനും വലിയ പേടി വേണ്ട. മറ്റൊരു പ്രശ്നം വായുവിലെ കഠിനമായ തണുപ്പാണ്. വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ പുറത്തെ താപനില ഒരു ഐസ് പെട്ടിയേക്കാൾ തണുപ്പായിരിക്കും. ഏകദേശം -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇന്ധനം മരവിച്ചു പോയാൽ അത് പൈപ്പിനുള്ളിൽ മെഴുകുപോലെയാകും. പിന്നെ എഞ്ചിനിലേക്ക് ഒഴുകില്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിലെ ഇന്ധനം -47 ഡിഗ്രി വരെ കട്ട പിടിക്കാത്ത രീതിയിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തണുപ്പിലും അത് എഞ്ചിനിലേക്ക് സുഖമായി ഒഴുകിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വിമാനത്തിലെ ഇന്ധനം വെറും സാധാരണ മണ്ണെണ്ണയല്ല, അത് വിമാനത്തിനായി ഉണ്ടാക്കിയെടുത്ത ഒരു സ്പെഷ്യൽ ഇന്ധനമാണ്. ഇതൊന്നും കൂടാതെ മണ്ണെണ്ണയ്ക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എഞ്ചിനിൽ കത്തുന്നതിന് തൊട്ട് മുൻപ് ഇതൊരു കൂളൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു ജെറ്റ് എഞ്ചിനുള്ളിൽ 1000 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുണ്ടാകും. അത് തണുപ്പിച്ചില്ലെങ്കിൽ ലോഹഭാഗങ്ങൾ ഉരുകി കേടാകും. അതുകൊണ്ട് തന്നെ ഇന്ധനം കത്തുന്നതിന് മുൻപ് ഇവ എഞ്ചിനിലെ നല്ല ചൂടുള്ള ഭാഗങ്ങളിലൂടെയുള്ള പൈപ്പിലൂടെ കടത്തിവിടും. അപ്പോൾ ഇന്ധനം ആ ചൂട് വലിച്ചെടുക്കും. കാർ എഞ്ചിൻ തണുപ്പിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ ഇതുവഴി എഞ്ചിൻ കേടാകാതെ ഇരിക്കുന്നു. ഇനിയുള്ള നിങ്ങളുടെ ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് പെട്രോളും ഡീസലുമൊക്കെ കിട്ടുന്നത് പോലെ മണ്ണെണ്ണ നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ളത്? സത്യത്തിൽ പെട്രോൾ പമ്പുകളിൽ പെട്രോളും ഡീസലും കിട്ടുന്നത് പോലെ മണ്ണെണ്ണ സുലഭമായി ലഭിക്കാത്തതിന് പിന്നിൽ പ്രധാനമായും ചില സാമ്പത്തികവും ഭരണപരവുമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ മണ്ണെണ്ണ ഒരു നിയന്ത്രിത ഉൽപ്പന്നമായതിനാൽ തന്നെ സാധാരണക്കാർക്ക് പാചകത്തിനും വെളിച്ചത്തിനുമായി കുറഞ്ഞ നിരക്കിൽ നൽകാൻ സർക്കാർ ഇത് പ്രധാനമായും റേഷൻ കടകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. മണ്ണെണ്ണയ്ക്ക് സർക്കാർ വലിയ തോതിൽ സബ്സിഡി നൽകുന്നുണ്ട്. അതിനാൽ തന്നെ പമ്പുകൾ വഴി ഇത് സാധാരണ വിലയ്ക്ക് വിൽക്കുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. കൂടാതെ ഡീസലിനേക്കാൾ വില കുറവായതിനാൽ തന്നെ ലാഭത്തിനായി മണ്ണെണ്ണ ഡീസലിൽ കലർത്താനുള്ള അഥവാ അഡൾട്ടറേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തടയാനും വാഹനങ്ങളുടെ എഞ്ചിൻ സംരക്ഷിക്കാനുമാണ് പമ്പുകളിൽ മണ്ണെണ്ണ വിൽപ്പന നിയന്ത്രിച്ചിരിക്കുന്നത്. നിലവിൽ വാചകവാതകത്തിൻ്റെയും അഥവാ LPGയുടെയും ഇൻഡക്ഷൻ കുക്കറുകളുടെയും ഉപയോഗം വർദ്ധിച്ചതോടെ മണ്ണെണ്ണയുടെ ആവശ്യം കുറഞ്ഞതും പമ്പുകളിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്നത് ലാഭകരമല്ലാതാക്കി. ഏതായാലും മണ്ണെണ്ണ ഉപയോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മണ്ണെണ്ണയെക്കുറിച്ചും വിമാനത്തിൻ്റെ ഇന്ധനത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.